നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ട്വിൻസ് പോലെ തോന്നിക്കുന്ന ചില നടീനടന്മാരെ പറ്റിയാണ്. ആരാണ് ഏറ്റവും മാച്ചെന്ന് ഉറപ്പായും കമന്റ് ചെയ്യണം. ലിസ്റ്റിലായിട്ടേത് നമ്മുടെ ബോളിവുഡ് നടനായ ജോൺ എബ്രഹാമാണ്. ഇദ്ദേഹത്തിന്റെ ഫേസ് കട്ടുള്ള മറ്റൊരു നടനും പാകിസ്ഥാനിലും ആ ഒരു നടനാണ് അദിൽ ഹസൈൻ. അദിൽ ഹസൈൻ ഒരു പാകിസ്ഥാനി നടനാണ്. 46 വയസ്സ് പ്രായമുണ്ട്. ജോൺ എബ്രഹാമിന് 52 വയസ്സ് പ്രായമുണ്ട്. രണ്ടുപേരെയും കണ്ടാൽ ഏകദേശം ഒരുപോലെ തോന്നും. ജോൺ എബ്രഹാമിന് അല്പം കൂടി ബോഡിയും മറ്റേ നടൻ സ്ലിം ആണ്. ഇതാണ് മെയിൻ ഡിഫറൻസ്. എന്തായാലും ജോൺ എബ്രഹാമിന് ഒരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഇങ്ങനെയായിരുന്നു. അടുത്തത് ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്രയാണ്. നമുക്കറിയാം പ്രിയങ്ക ചോപ്ര മിസ് വേൾഡ് ആയിരുന്നു. അതുപോലെ ബോളിവുഡിൽ മാത്രമല്ല ഹോളിവുഡിൽ വരെ പിടിയും. പ്രിയങ്ക ചോപ്ര പോലെയുള്ള മറ്റൊരു നടി പാകിസ്ഥാനിലുണ്ട്. ആ ഒരു നടിയാണ് സോണിയ ഹസൈൻ. സോണിയ ഹസൈൻ ഒരു പാകിസ്ഥാനി നടിയാണ്. മാത്രവുമല്ല പ്രിയങ്ക ചോപ്രയുടെ വലിയൊരു ഫാൻ കൂടിയാണ്. രണ്ടുപേരെയും കണ്ടാൽ ചെറുതായി മാച്ച് ആവുന്നുണ്ട്. അടുത്തത് നമ്മുടെ ശ്രീനാഥ് ബാസിയാണ്. ശ്രീനാഥ് ബാസിയും നീരജ് മാധവും താടി അധികം ഇല്ലാത്ത ലുക്കിൽ വരുമ്പോൾ ആദ്യകാലങ്ങളിൽ പലർക്കും മാറിപ്പോകുമായിരുന്നു. ഇപ്പോഴല്ല ഇവരുടെ തുടക്കടയിൽ. അടുത്തത് ബോളിവുഡ് നടിയായ ദീപിക പദുക്കോണാണ്. ദീപിക പദുക്കോൺ നമുക്കറിയാം ഹോളിവുഡിൽ വരെ പിടിയുള്ള ഇന്ത്യയിൽ തന്നെ ഹയസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ നടിയാണ്. 20 കോടി വരെ സാലറി വാങ്ങിയിട്ടുള്ളൂ. ഒന്നാമത്തെ നടി പ്രിയങ്ക ചോപ്രയാണ്. 30 കോടിക്കടുത്ത് വാങ്ങിയിട്ടു. ദീപിക പദുക്കോണെ പോലെയുള്ള ഒരു നടിയല്ല ഒരു മോഡൽ റഷ്യയിലുണ്ട്. ആ ഒരു മോഡലാണ് ഇറാനിയ ഷെയ്ഖ്. രണ്ടുപേരെയും കണ്ടാൽ സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ റൊണാൾഡോന്റെയും ഹോളിവുഡ് നടനായ ബ്രാഡ്ലി കൂപ്പറിന്റെയും ആദ്യത്തെ ഗേൾഫ്രണ്ട് ആയിരുന്നു ഇറാനിയ ഷെയ്ഖ്. അടുത്തത് ഋത്വിക് റോഷനാണ്. ഋത്വിക് റോഷൻ നമുക്കറിയാം വേൾഡിലെ തന്നെ നമ്പർ 1 ഹാൻസം മാൻ ആയിരുന്നു. ഋത്വിക് റോഷന്റെ പോലെ ചെറിയൊരു മാച്ചിങ് ഉള്ള നടൻ പാകിസ്ഥാനിലുണ്ട്. ആ ഒരു നടനാണ് ഷഹറിയാർ മുന്നാവർ. വലിയൊരു മാച്ചിങ് ഇല്ല, എവിടെയൊക്കെയോ എന്തൊക്കെയോ മാച്ച്. ഒരു നടൻ കൂടിയുണ്ട്. ആ ഒരു നടൻ ഹോളിവുഡിലാണ്. ആ നടനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രാഡ്ലി കൂപ്പർ. ഋത്വിക് റോഷന്റെ പോലെ തന്നെ ബ്രാഡ്ലി കൂപ്പറും വേൾഡ് ഹാൻസം മാനിൽ ഒരാളാണ്. ഇവർ തമ്മിൽ വലിയൊരു മാച്ചിങ് ഉണ്ട്. രണ്ടുപേരുടെയും ഹൈറ്റ് സെയിം ആണ്. മാത്രവുമല്ല രണ്ടുപേരുടെയും ഫേവറേറ്റ് ഹെയർ സ്റ്റൈലും സെയിം ആണ്. ബ്രാഡ്ലി കൂപ്പറിന് ബ്ലൂ ഐസ് ആണ്. ഋത്വിക് റോഷന് ലോകത്തിൽ തന്നെ വളരെ റയറായ ഗ്രീൻ ഐസ് ആണ്. രണ്ടുപേരുടെയും ബോഡി നോക്കിയാൽ രണ്ടുപേർക്കും മസ്കുലർ ബോഡിയാണ്. എങ്കിലും കൂടുതൽ ബോഡിയുള്ളത് ഋത്വിക് റോഷനാണ്. ഇങ്ങനെയുള്ള ഡിഫറൻസ് മാത്രമേ ഇവർ തമ്മിലുള്ളൂ. അടുത്തത് കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബന്റെ പോലെ ഒരു നടൻ മലയാളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു നടനാണ് അൻസിൽ. ഈ ഒരു നടൻ ആദ്യകാലങ്ങളിൽ കുഞ്ചാക്കോ ബോബന്റെ അപരനായി അറിയപ്പെട്ടിരുന്നു. അടുത്ത നടനാണ് നമ്മുടെ അക്ഷയ് കുമാർ. വലിയൊരു മാച്ചിങ് അല്ലെങ്കിൽ അക്ഷയ് കുമാർ ഹോളിവുഡ് നടനായ നമ്മുടെ ഗോസ്റ്റ് റൈഡറായ നിക്കോളാസ് കേജുമായി എവിടേക്കോ മാച്ചിങ് ഉണ്ട്. രണ്ടുപേരുടെയും സ്മൈല് സെയിം ആണ്. അടുത്തത് കരീന കപൂറാണ്. കരീന കപൂർ ഹോളിവുഡ് നടിയായ പാരീസ് ഹിൽട്ടണുമായി ചെറിയൊരു മാച്ചിങ് ഉണ്ട്. അടുത്ത നടനാണ് രൺബീർ കപൂർ. വലിയൊരു മാച്ചിങ് ഇല്ലെങ്കിലും ഹോളിവുഡ് നടനായ സിമോൺ സെൽബർഗുമായി ചെറിയൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് നടി ഗായത്രി സുരേഷാണ്. ഗായത്രി സുരേഷും നീരജ എന്ന ഒരു സീരിയൽ നടിയുമായി മാച്ചിങ് ഉണ്ട്. അടുത്തത് അർബാസ് ഖാനാണ്. അർബാസ് ഖാൻ നമ്മുടെ സൽമാൻ ഖാന്റെ അനിയനാണ്. ഇദ്ദേഹം ആദ്യമായി അഭിനയിച്ച മലയാള സിനിമയാണ് ബിഗ് ബ്രദർ എന്ന സിനിമ. പിന്നീട് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. അർബാസ് ഖാന്റെ പോലെ അമേരിക്കയിൽ ഒരു ടെന്നീസ് പ്ലെയർ ഉണ്ട്. ആ ഒരു പ്ലെയറാണ് റോഗർ. ഇവർ തമ്മിൽ മാച്ചിങ് ഉണ്ട്. അടുത്തത് ബോളിവുഡ് നടി പ്രീതി സിന്ധയാണ്. പ്രീതി സിന്ധ ഹോളിവുഡ് നടി ഡ്രൂ ബാരിമോറുമായി നല്ലൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് നമ്മുടെ ലാലേട്ടനാണ്. ലാലേട്ടനുമായി മാച്ചിങ് ഉണ്ടെന്ന് പറയുന്ന 4 പേരുണ്ട്. ഇതിലൊരാൾ മാത്രമേ നല്ലൊരു മാച്ചിങ് ഉള്ളൂ. ആദ്യത്തേത് ക്രിക്കറ്റ് താരം പോൾ സ്പ്രിംഗ് ആണ്. വലിയൊരു മാച്ചിങ് ഇല്ലെങ്കിൽ ചെറിയൊരു കട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഡോൺലിയാണ്. ഫേസ് ഒരുപോലെ അല്ലെങ്കിലും ഡോൺലിയുടെ സിനിമ കണ്ടാൽ ഇദ്ദേഹത്തിന്റെ ചില ബോഡി ലാംഗ്വേജ് സ്റ്റൈലുകളെല്ലാം ലാലേട്ടനുമായി മാച്ചിങ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പലരും കൊറിയൻ ലാലേട്ടൻ എന്നും ഡോൺലിയെ വിളിക്കുന്നു. മൂന്നാമത്തെ ആളാണ് അനൂപ് മേനോൻ. വലിയൊരു മാച്ചിങ് ഇല്ലെങ്കിൽ എവിടേക്കോ മാച്ചിങ് ഉണ്ട്. അടുത്ത നടനാണ് മദൻ ലാൽ. ഡയറക്ടറായിട്ടുള്ള വിനയന്റെ സൂപ്പർ സ്റ്റാർ എന്ന സിനിമയിലാണ് മദൻ ലാൽ ആദ്യമായി കടന്നു വരുന്നത്. ഈ ഒരു സിനിമയിൽ മെയിൻ ഹൈലൈറ്റ് ആയിരുന്നു മോഹൻലാലിന്റെ രൂപവും ശബ്ദവുമുള്ള മദൻ ലാൽ എന്ന നടൻ. ഈ ഒരു സിനിമ 90-ൽ പുറത്തിറങ്ങി. ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഫേസ് കട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കരിയറിൽ ഒരു തിരിച്ചടിയായിരുന്നു വരെ. അതായത് ഒരു സൂപ്പർ സ്റ്റാറിനെ നമ്മൾ വർഷങ്ങളായി കാണുകയാണെന്ന് കരുതും. ആ ഒരു സ്റ്റാറിന്റെ സ്റ്റൈലുകളും ആക്ടിംഗ് രീതിയെല്ലാം നമ്മളിൽ ഉറച്ചു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഇതേ ലുക്കിൽ ഇതേ സ്റ്റൈലിൽ മറ്റൊരു നടൻ വന്നാൽ ആളുകൾ അത് അംഗീകരിക്കില്ല. കാരണം ഒറിജിനൽ നടനെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ഒരു ഉദാഹരണം രജനീകാന്തിന്റെ പോലെ അതേ സ്റ്റൈലിൽ ഏകദേശം അതേ ലുക്കിൽ മറ്റൊരു നടൻ വന്നാൽ തമിഴന്മാർ ചിലപ്പോൾ തിയേറ്ററിന് കല്ലെറിഞ്ഞെന്ന് വരാം. ഇനി മറ്റൊരു ഇൻഡസ്ട്രിയിൽ കാണാൻ ഏകദേശം ഒരുപോലെ എന്നാൽ സ്വന്തമായ വ്യത്യസ്തമായ ആക്ടിംഗ് സ്റ്റൈലാണെങ്കിൽ ചിലപ്പോൾ വിജയിക്കുക. അടുത്തത് ശിവരാജ് കുമാറാണ്. ശിവരാജ് കുമാറിന്റെ ഫേസ് കട്ട് മറ്റൊരു നടനായ യോഗ് ജെപ്പിക്കുണ്ട്. നെയ്മർ സിനിമ കണ്ട പലർക്കും ഇവരെ മാർക്ക് വരും. അടുത്തത് മമ്മൂക്കയാണ്. മമ്മൂക്കയുമായി മാച്ചുള്ള മറ്റൊരു നടനാണ് മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ മകനായ അസ്കർ സൗദി. എന്റെ അമ്മാവനായതുകൊണ്ട്
കൊണ്ടാണ് മേ ബി അതിൻ്റെ ആയിരിക്കും ബ്ലഡ് എന്നൊക്കെ പറയല്ലേ, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അടുത്തത് നമ്മുടെ സൂപ്പർമാനായ ഹെൻറി കേവിലാണ്. ഹെൻറി കേവിൽ പോലെയുള്ള മറ്റൊരു നടനാണ് മാറ്റ് ബോമർ. ഹെൻറി കേവിൽ ഒരു ബ്രിട്ടീഷ് നടനാണ്. മാറ്റ് ബോമർ അമേരിക്കനാണ്. പണ്ട് മുതലേ ഹെൻറി കേവിലിന്റെ ട്വിൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇതുപോലെ ഇദ്ദേഹത്തിനും സൂപ്പർമാനുമായി ബന്ധമുണ്ട്. 2013 സൂപ്പർമാൻ അൺബൗണ്ട് എന്ന ആനിമേറ്റഡ് സീരീസിൽ സൂപ്പർമാന് ശബ്ദം നൽകിയത് മാറ്റ് ബോമറാണ്. ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഹെൻറി കേവിലിന് ഹൈറ്റും സൈസും കൂടുതലാണ്. അടുത്ത നടനാണ് ടൈറ്റാനിക് നായകൻ ഡി കാപ്രിയോക്ക് ഹോളിവുഡിൽ തന്നെയുള്ള എറിക് ഡെയ്നുമായി മാച്ചിങ് ഉണ്ട്. രണ്ടുപേരുടെയും ഹെയർ ലൈനും സെയിം ആണ്. അടുത്തത് ഹാരി പോട്ടർ നടൻ ഡാനിയൽ റാഡ്ക്ലിഫ് ആണ്. ഡാനിയൽ റാഡ്ക്ലിഫ് ഹാരി പോട്ടർ പോലെയുള്ള മറ്റൊരു വേൾഡ് ഫേമസ് ട്രിയോളജിയായ ലോർഡ് ഓഫ് റിംഗ്സിലെ എലൈജ വുഡുമായി നല്ലൊരു മാച്ചിങ് ഉണ്ട്. Still get mistaken for Elijah Wood? Not as often, but still quite a lot. Because you don't look alike anymore, I don't think. I don't know. അടുത്തത് ഒരു നടിയാണ്. സ്ട്രേഞ്ചേഴ്സ് തിങ്സിന്റെ നാട്ലിയ ഡയർ. ഈ ഒരു നടിയുമായി മാച്ച് ആവുന്നത് മറ്റൊരു നടനാണ്. ആ ഒരു നടനാണ് ഡ്യൂൺ സീരീസിലെ ടിമത്തി ചാർലമൻ. രണ്ടുപേരെയും കണ്ട ബ്രദർ ആൻഡ് സിസ്റ്റർ പോലെ തോന്നും. അടുത്തത് കത്രീന കൈഫ് ആണ്. കത്രീന കൈഫ് ഇഷ തൽവാറും തമ്മിൽ ചെറിയൊരു മാച്ചിങ് ഉണ്ട്. അടുത്തത് അർണോൾഡ് ആണ്. അർണോൾഡിന്റെ ഫേസ് കട്ടുള്ള മറ്റൊരു നടനെ അങ്ങനെ കണ്ടിട്ടില്ല. അർണോൾഡിന്റെ ഫാൻസ് പറഞ്ഞപ്പോൾ അർണോൾഡ് പറഞ്ഞു അങ്ങനെ 3 പേരുണ്ടെന്ന്. അത് മറ്റാരുമല്ല, എന്റെ മക്കൾ തന്നെയാണ്. ആദ്യത്തെ മകനാണ് ജോസഫ് ബെർണർ, പഴയകാല അർണോൾഡുമായി മാച്ച് ആവുന്നു. മറ്റൊരു മകനാണ് പാട്രിക് സ്വാസ്നേഗർ. അർണോൾഡുമായി നല്ലൊരു മാച്ചിങ് ഉണ്ട്. രണ്ടുപേരും തമ്മിൽ മെയിൻ ഡിഫറൻസ് ബോഡി വെയിറ്റിലാണ്. മകന് വളരെ സ്ലിം. അർണോൾഡും സ്ലിമായ ഏകദേശം ഇങ്ങനെയായിരിക്കും. അർണോൾഡിന്റെ സ്ലിം ഫോട്ടോയിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരെ അർണോൾഡായിരുന്നു. ഇനിയും ഒരു മകൻ കൂടിയുണ്ട്. ആ ഒരു മകനാണ് ക്രിസ്റ്റഫർ സ്വാസിനേഗർ. പിന്നീട് 2 മകളാണ്, ക്രിസ്റ്റീന സ്വാസിനേഗർ, കത്രീന സ്വാസിനേഗർ. ഒരു മരുമോനും ജുറാസിക് വേൾഡിലും ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിലുമുള്ള ക്രിസ് പ്രാഡ്. ഇതുപോലെ മക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സെയ്ഫ് അലി ഖാനും മകനും നടനുമായ ഇബ്രാഹിം അലി ഖാൻ. ഇവർ തമ്മിൽ നല്ലൊരു മാച്ചിങ് ഉണ്ട്. ഹൈറ്റും സെയിം ആണ്. മറ്റൊരു നടനാണ് ഷാരൂഖ് ഖാനും മകനായ ആര്യൻ ഖാൻ. അടുത്ത നടനാണ് ഋത്തിക് റോഷനും മകൻ ഹൃദാൻ റോഷനും നല്ലൊരു മാച്ചിങ് ഉണ്ട്. അടുത്തതാണ് ജാക്കി ചാനും മകനും നടനുമായ ജെയ്സി ചാനും മാച്ചിങ് ഉണ്ട്. ജാക്കി ചാൻ കാർട്ടൂൺ ലൈവ് ആക്ഷൻ ആക്കിയ മകൻ നല്ലൊരു ചോയ്സായിരിക്കും. കാർട്ടൂണിനെ ജാക്കി ചാനായി അല്പം കൂടി മാച്ചിങ് ഉണ്ട്. അടുത്തത് മോഹൻലാലും പ്രണവ് മോഹൻലാലും. ലാലേട്ടന്റെ ചെറുപ്പകാലം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് പ്രണവ് മോഹൻലാൽ. അടുത്തത് സുരേഷ് ഗോപിയും ഗോകുൽ സുരേഷുമാണ്. രണ്ടുപേരും തമ്മിൽ നല്ലൊരു മാച്ചിങ് ഉണ്ട്. അടുത്തതാണ് ധ്രുവ് വിക്രം. രണ്ടുപേരും നല്ലൊരു മാച്ചിങ് ആണ്. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സുമായി മാച്ച് ആവും ചില നടന്മാരെ നോക്കാം.